അൻവർ സാദത്ത് MLA ടെലിഫോൺ ലൈനുണ്ട്. അൻവർ സാദത്ത്, ഈ പ്രതിഷേധം തുടരുകയാണ് സംസ്ഥാന വ്യാപകമായി. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. പോലീസ് ഇന്നലെ പകൽ ചെയ്യാത്ത കാര്യങ്ങൾ രാത്രിയിൽ അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്തിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? തികച്ചും ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയും ആണ് ഒരു പ്രധാന ലക്ഷ്യം. അതുകൂടാതെ തന്നെ മാത്യു കുഴൽനാടനെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവും പറയാം. സ്വാഭാവികമായിട്ടും ഈ സമരത്തിന്റെ വിഷയം അത് തന്നെയാണ്. കാരണം അപ്പൊ നമ്മുടെ SFIക്കാർ നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെട്ടു. ആ വിഷയം, അതുപോലെ തന്നെ ശമ്പളമില്ല, ആ വിഷയമൊക്കെ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രവും ഇതിനകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മാത്യു കുഴൽനാടൻ MLAയും അതുപോലെ മുഹമ്മദ് ഷിയാസും രാത്രി ഈ പറഞ്ഞ രീതിയിൽ തന്നെ സ്റ്റേഷനിൽ പോയിരുന്നു. മറ്റുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് അവരെ ആ സമയത്ത് അവിടെ പോലീസ് പറഞ്ഞില്ല? എന്തുകൊണ്ട് ആ സമയത്ത് വേണ്ടി അവിടെ ആ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യാറുണ്ടല്ലോ? അതല്ല, ഇവർ സീനിയർ നേതാക്കന്മാരാണ്. ഞങ്ങളടുത്ത് പറയണത് നിങ്ങൾ അറസ്റ്റ് ചെയ്യണം, നിങ്ങൾ അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കീഴടങ്ങുമല്ലോ ഒരു ജനാധിപത്യ മര്യാദയിൽ. അപ്പൊ അതുകൊണ്ട് ഇത് മനഃപൂർവ്വം ഇത് വിഷയമുണ്ടാക്കിക്കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനും ചില സമരങ്ങളും ചില പ്രതിഷേധങ്ങളും അത് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ. അതുമാത്രമല്ല, ഈ രണ്ട് നേതാക്കന്മാരെയും ഒരു ദിവസം ജയിലിലിടാം. കാരണം ഗവൺമെന്റിനെതിരെ പ്രതിരോധിക്കുന്ന ആളുകളെ ജയിലിൽ അടക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് നമുക്കറിയാം CPM-നും ഗവൺമെന്റിനും ഉള്ളത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും നോൺ ബെയിൽ ഓഫൻസ് UDF-ലെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSU പ്രവർത്തകർ ഒരു ജനാധിപത്യ ഒരു സമരം ചെയ്താൽ അതിനെ നോൺ ബെയിൽ ഓഫൻസ് ഇട്ടുകൊണ്ട് അവരെ റിമാൻഡ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയാണ് കേരളത്തിലെ പോലീസ് കാണുന്നത്. എന്നാൽ SFIക്കാരോ യൂത്ത് കോൺഗ്രസുകാരോ അല്ലെങ്കിൽ CPM-ഓ അവർ ഒരാളെ കൊലപാതകം ചെയ്താൽ പോലും അവരെ നോൺ ബെയിൽ ഒഫൻസിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയാം, ഗുരുതരമായ വകുപ്പ് നോൺ ബെയിൽ ഒഫൻസ്, പൊതുമുതൽ നശിപ്പിച്ചു. ആര് പൊതുമുതൽ നശിപ്പിച്ച്? 2 ഹോസ്പിറ്റലിലെ ജീവനക്കാരെ തട്ടിക്ക്. ഇന്നലെ മജിസ്ട്രേറ്റ് അവിടെ പറഞ്ഞു. എന്താണെന്ന് അറിയാമോ, എങ്ങനെ ഇവര് എങ്ങനെ ആ സെഷൻ നിൽക്കുമെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുകയുണ്ടായി. അപ്പൊ അതുവരെ മജിസ്ട്രേറ്റ് പോലും മനസ്സിലായി. അതാണ് ഞങ്ങൾ കോടതിയിൽ വിശ്വാസമുണ്ട്, കോടതിയിൽ നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പറയാൻ കാരണം. എന്നിട്ട് 2:30 മണിക്കാണ് അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ 2:30 മണിക്ക് ഓൺലൈനിൽ വന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അതിനെ എതിർക്കുകയാണ്. അപ്പൊ അതിനൊരു പൊളിറ്റിക്കൽ അജണ്ട നോക്കിയേ. അത് ഒരു കാരണവശാലും അങ്ങനെ ഈ കോടതിയിൽ വീടുകളിൽ മജിസ്ട്രേറ്റിന്റെ വീടുകളിൽ പോലീസ് പ്രതികളെ ഹാജരാക്കുമ്പോൾ അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വരികയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ അതിനെതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. അപ്പൊ ഇതെല്ലാം പൊളിറ്റിക്കൽ അജണ്ട, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരെ വകവരുത്തുക അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമരങ്ങളെ അടിച്ചമർത്തുക. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ എന്തൊക്കെ അറസ്റ്റ് ഉണ്ടായാലും ആരെ പിടിച്ച് ജയിലിട്ടാലും ഈ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി UDF, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU ഇതൊക്കെ മുന്നോട്ട് പോകും. ഇന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷിയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിലും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തറും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവിടെ ഈ പ്രതിഷേധവുമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമരം, ഈ പ്രതിഷേധം കേരളമെമ്പാടും ഏറ്റെടുക്കും. കാരണം ഇത് ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താനുള്ള ഒരു വ്യഗ്രതയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ടാണ്, CPM-ന്റെ ധാർഷ്ട്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അൻവർ സാദത്ത് MLA ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അർദ്ധരാത്രിയിലാണ് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം ലഭിച്ചു, ഇടക്കാല ജാമ്യം ലഭിച്ചു. ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. KSU നേതാവ്